ഇന്ന് നമുക്ക് രാവിലെ ദോശയും കടലക്കറിയായിരുന്നു. അതിന് ശേഷം ഇപ്പം ചേമ്പും മാങ്ങ ഇട്ടോ ചേമ്പും വലിയ ചേമ്പില്ലേ, വലിയ ചേമ്പും മാങ്ങയും കൂടെ കൂട്ടാനും കൈപ്പയ്ക്ക തോരനും നെല്ലിക്ക ചമ്മന്തിയുമാണ്. അതായത് വലിയ ചേമ്പില്ലേ, പാൽച്ചേമ്പല്ല, വലിയ ചേമ്പ്, ഈ ചേമ്പും ഒരു 4 എണ്ണം മതിയല്ലോ. 4 ചേമ്പ് തോലെല്ലാം കളഞ്ഞ് വൃത്തിയാക്കി അത് ഇത്തിരി ഉപ്പും വെള്ളവും മഞ്ഞൾപ്പൊടി ഇട്ട് വേവിച്ചതിന് ശേഷം ഒരു പകുതി ചെനച്ച ഒരു മാങ്ങ അതിലേക്ക് ഇട്ടു. അതിന് ശേഷം ആ മാങ്ങായും ചേമ്പും കൂടെ യോജിച്ചപ്പോൾ അതിലേക്ക് നാളികേരവും ജീരകവും ചുവന്നുള്ളിയും കൂടെ മഞ്ഞൾപ്പൊടിയൊക്കെ കൂടിയിട്ട് ഇത്തിരി മുളകും കൂടിയിട്ട് അരച്ച് കലക്കി കടുക് വറുത്തു. കടുക് വറുത്തിട്ടില്ല, കടുക് വറക്കാൻ പോകുന്നേ ഉള്ളൂ. പിന്നെ നമ്മുടെ കൈപ്പയ്ക്ക കഴുകി വൃത്തിയാക്കി പൊടിയായിട്ട് അരിഞ്ഞിട്ട്, അതൊക്കെ നമ്മൾ രചന ചെയ്തുകൊണ്ടിരിക്കുന്നു, ഞാൻ ഡയറക്ഷൻ മാത്രമാണ്. പൊടിയായിട്ട് കൈപ്പയ്ക്ക അരിഞ്ഞിട്ട് അതിനെ ഉപ്പും വെള്ളവും മഞ്ഞൾപ്പൊടി, വെള്ളം ഒരുപാട് വേണ്ട, ശകലം തളിച്ചാൽ മതി. വലിയുള്ളിയും കൂടെ അരിഞ്ഞ് അതിലേക്കിട്ട് ഇങ്ങോട്ട് കടുക് താളിച്ചിട്ട് ഉള്ളിയും കടുകും പച്ചമുളകും കൂടെ ഇട്ട് കടുക് താളിച്ചിട്ട് അതിലേക്ക് ഈ വെന്ത് പറ്റിയ കൈപ്പയ്ക്ക ഇട്ട് നാളികേരവും ജീരകവും വെള്ളുള്ളിയും പച്ചമുളകും കൂടി ചതച്ചത് അതിലേക്കിട്ട് തല്ലിപ്പൊത്തി വെച്ച് ഒരു 2 നിമിഷം ഒന്ന് അത് ആവിയിൽ വെന്ത് കഴിയുമ്പോൾ കറിവേപ്പില നല്ലോണം ഊരിയിട്ടാൽ ഒന്നുകൂടെ നല്ലതാണ്. ഇതിനകത്ത് ഒരു ചെറിയ ക്യാരറ്റും ചേർത്തിട്ടുണ്ട്, വളരെ ചെറിയൊരു ക്യാരറ്റ്. അതെന്തിനാണെന്ന് വെച്ചാൽ ഇതിൻ്റെ കയ്പിനെ ഒന്ന് ലഘൂകരിക്കാൻ. അങ്ങനെ ഉള്ള ഒരു പാചക രീതിയാണത്. കൈപ്പയ്ക്കയും ഉള്ളിയും ക്യാരറ്റും കൂടെ തോരൻ, അത് അവിടെ വെന്തുകൊണ്ടിരിക്കുന്നു. കുട്ടി അത് മതി തിളച്ചത് കറി. ഇനി ഒന്ന് അതിന് ചെറുതായിട്ടൊന്ന് കടുക് താളിക്കണം. ചേമ്പും ചെനച്ച മാങ്ങയും കൂടെയുള്ള കൂട്ടാൻ വെന്തു. ഇതിനകത്ത് ഒരു തണ്ടും ഇട്ടിട്ടുണ്ട്, ചേമ്പിൻ്റെ ഒരു താളും ഇട്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ അതിനൊന്ന് കടുക് താളിച്ചാൽ ആ കറിയായി. രജനിക്ക് പിന്നെ ഒരു കാര്യമുണ്ട്, അവൾക്ക് ഉപ്പ് പോലും നോക്കണ്ട, അവൾക്കതെല്ലാം കറക്റ്റാണ്. രജനിയുടെ ബ്രദറ് വലിയ കാറ്ററിംഗ് നടത്തുന്ന ആളാണ്, അതുകൊണ്ട് ആ കൈപ്പുണ്യം അവൾക്ക് കിട്ടിയിട്ടുണ്ട്. രജനി ഇതിന് കടുക് താളിക്കുമ്പോൾ ഒരു തരിക്ക് മുളക് പൊടി ഇടണം, അതൊരു ടേസ്റ്റ് കൂടും ഒഴിക്കാൻ കറിക്ക്. അപ്പോൾ മാങ്ങായും വലിയ ചേമ്പില്ലേ, ചേമ്പും അതിൻ്റെ തണ്ടും കൂടി ഇട്ടുള്ള ഒരു കൂട്ടാനാണ് ഒഴിക്കാൻ. പിന്നെ കൈപ്പയ്ക്ക, ക്യാരറ്റ്, വല്യുള്ളി ഇതെല്ലാം കൂടെ പൊടിയായിട്ട് അരിഞ്ഞ് കടുക് താളിച്ച് അതിലേക്ക് കൊട്ടിയിട്ട് ഇത് വാരി അതിലിട്ട് ഒരു ലേശം കൈക്കൊരു കൈ വെള്ളം ഒന്ന് കുടഞ്ഞ് ഉപ്പും ചേർത്ത് മഞ്ഞൾപ്പൊടി ഇട്ട് അടുപ്പത്ത് വെച്ച് ചീനച്ചട്ടി തന്നെ ഉണ്ട്. അത് വെന്ത് കഴിയുമ്പോൾ പാകത്തിനാകുമ്പോൾ നാളികേരവും ജീരകവും വെളുത്തുള്ളിയും പച്ചമുളകും കൂടെ അതിലേക്ക് ചതച്ചിടുക. നല്ല സൂപ്പർ തോരനാണ് കേട്ടോ. ഈ സിമ്പിളൊക്കെ മതിയെന്ന് നമുക്ക്, എന്തിനാണല്ലോ ഇത് ഒരുപാട്. ഇതാ അപ്പോൾ ആ കറി ഇവിടെ പൊക്കി കാണിച്ചല്ലേ. ഇതാ കണ്ടോ, കടുക് വറക്കട്ടെ, കടുക് താളിച്ചിട്ട് അതിന് ശേഷം നമ്മൾ അത് കടുക് താളിച്ച് അതിലേക്ക് ഒഴിക്കും. അപ്പോൾ മാങ്ങായും ചേമ്പും പാൽച്ചേമ്പും അതിൻ്റെ തണ്ടും കൂടുള്ള ഒഴിച്ചുകറി. നീ അത് മോരാണോ ഒഴിച്ചത്? മാങ്ങ ഇട്ടിട്ടുള്ളതുകൊണ്ട് മോര് വേണ്ട, പക്ഷെ നല്ലൊരു കളറ് കേട്ടോ, അരവിന്ത്യ. അതിനുശേഷം നമ്മൾ
അത് കടുക് താളിച്ച് എടുത്ത് വയ്ക്കുക. കറിവേപ്പിലയും ചെറിയുള്ളി ഏറെ ഇടണം, എന്നാലേ അതിന് ടേസ്റ്റ് വരും. പച്ചമുളക് പൊട്ടിച്ചിട്ട് കടുകും പച്ചമുളകും കറിവേപ്പിലയും കൂടെ നല്ലോണം ചെറിയുള്ളി ഇത്തിരി ഏറെ വേണമെങ്കിൽ അതിന് ടേസ്റ്റ് വരും. ഒരു പിടി ചെറിയുള്ളി പൊടിയായിട്ട് അരിഞ്ഞ് അതിട്ട് കടുക് താളിച്ചിട്ട് അതിലേക്ക് ഈ കൂട്ടാൻ ഒഴിക്കുകയോ കൂട്ടാനിലേക്ക് കടുക് താളിച്ച് ഒഴിക്കുകയോ ചെയ്യാം. കൂട്ടാനിലേക്ക് കടുക് താളിച്ച് ഒഴിച്ചാൽ മതി. സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. സൂപ്പർ എന്ന് പറഞ്ഞാൽ സൂപ്പർ ടേസ്റ്റ്. ഇതിൻ്റെ രുചി അപാരമാണ്. നിങ്ങളത് കൂട്ടി നോക്കുമ്പോഴേ അറിയുള്ളൂ എന്തൊരു ടേസ്റ്റാണെന്നറിയാമോ. പ്രത്യേകിച്ച് രജനിയുടെ കൈപ്പുണ്യവും കൂടെ ചേരുമ്പോൾ ഇരട്ടി മധുരം പോലെ ഇരട്ടി രുചിയാവും. ഇന്ന് എല്ലാ കാര്യങ്ങളും അവളെ ഞാനൊന്ന് ഫുള്ളായിട്ട് ഏൽപ്പിക്കുക. അല്ലെ അതിനിടയിൽ കയറി കിടന്ന് ഞാനൊന്ന് വരലു. ഇന്നതൊന്നുമില്ല. കാരണം ഇന്ന് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് ക്ഷീണമായി. മീൻ മേടിച്ചാൽ മാത്രമേ ഉള്ളൂ അവൾക്ക് രക്ഷ. അപ്പം ഞാനതിൽ ഇതായിക്കോളുമല്ലോ. എന്നാൽ മീൻ നോക്കിയിരുന്നു, പക്ഷേ മീൻ വന്നില്ല. ഇതിലേ വന്നില്ല, അതിലേ പോയി. അപ്പോൾ ഈ കൂട്ടാൻ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാകുമെന്നുള്ള പ്രതീക്ഷയോടുകൂടി എല്ലാവർക്കും കണ്ടോ അതിലേക്ക് കടുക് താളിച്ചൊഴിച്ചു. എല്ലാവർക്കും ഒരു സുദിനം നേരുന്നു. ഈ 2 കൂട്ടാനും ഇനിയൊരു നെല്ലിക്കാ ചമ്മന്തിയുമാണ് നമ്മുടെ വീട്ടിൽ ഇന്ന്. നെല്ലിക്കാ ചമ്മന്തി വേണമെന്ന് രജനിയോട് പറയുന്നുണ്ട് ഞാൻ. അവൾ കനിഞ്ഞാൽ അതും ആകും. അങ്ങനെ ഒക്കെ ഈ ആ കൂട്ടാൻ ഒന്ന് കാണിച്ചു ഇങ്ങോട്ടും. ഞാനിവിടെ കുത്തി വെച്ചിരിക്കുന്നുണ്ട്. എനിക്ക് എന്നറിയാം, ഞാൻ ചാർജ് കുത്തി വെച്ചിട്ടുണ്ട്. ആ തവി കൊണ്ടൊന്ന് കാണിയത്, തവിയോ എന്താണെന്ന് വെച്ചാൽ ഇതാ സൂപ്പർ കൂട്ടാനാണ് കേട്ടോ. മാങ്ങയും ചേമ്പും കൂടെ ഈ കൂട്ടാൻ നിങ്ങളെല്ലാവരും വയ്ക്കണം കേട്ടോ. അപ്പോൾ ഈ കുഞ്ഞു വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യുന്നു. ഇന്നത്തെ നമ്മുടെ ഉച്ചഭക്ഷണം ചോറ് പിന്നെ പറയേണ്ടൊരു ചോറുണ്ടല്ലോ, അല്ല എന്നും ചോറാകണമെന്നില്ല. ചോറും ചേമ്പും മാങ്ങയും ചേമ്പും തണ്ടും കൂടെയുള്ള കൂട്ടാനും കൈപ്പയ്ക്കായും ക്യാരറ്റും പച്ചമുളകും ഒക്കെ കൂട്ടിട്ട് ഒരു തോരനും നെല്ലിക്കാ ചമ്മന്തിയാണ്. നിങ്ങൾക്കെല്ലാവർക്കും ടീച്ചർ ഇന്നത്തെ ഫുഡ് ഇഷ്ടമായാൽ അറിയിക്കുക. എല്ലാവർക്കും ഒരു ശുഭദിനം നേരുന്നു. താങ്ക് യു സോ മച്ച്.